ഹായ് കൂട്ടുകാരെ, ഷിജുച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ ഇന്ന് ഞങ്ങൾ രാവിലെ എണീറ്റ് വന്ന് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പം നമ്മുടെ അമ്മ രാവിലെ എണീക്കും. അമ്മ ആണ് ആദ്യം എണീക്കുന്നത്. എണീറ്റ് വരുമ്പോഴേ നമ്മുടെ അമ്മേനെയൊക്കെ കണ്ടിട്ടാണ് സത്യം പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പം അത് കഴിഞ്ഞ് ശരണ്യ എണീക്കും. അച്ഛനാണ് ഈ വീട്ടിൽ താമസിച്ചെണീക്കുന്നത്, അച്ഛനാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഗുഡ് മോർണിംഗ്. അതെ, നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇന്നപ്പോൾ എന്താണ് ശരണ്യ ചെയ്യാൻ പോകുന്നത്? ഇന്ന് എന്റെ കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. രാവിലെ തൊട്ടുള്ള ഉച്ചവരെയുള്ള കാര്യങ്ങളല്ലേ? ഏകദേശം ഉച്ചവരെ. എല്ലാരും പറഞ്ഞായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന്. ഫുള്ളായിട്ട് ചെയ്യാനൊന്നും നമുക്ക് സാധിക്കില്ല, കാരണം ഞങ്ങൾക്ക് സെയില് പോകണം. അപ്പൊ വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടും എല്ലാം കാരണം. അപ്പൊ അതെ, അച്ഛൻ അവിടെ എണീറ്റിട്ടുണ്ട്. അച്ഛൻ്റെ സൗണ്ടൊക്കെ കേൾക്കണുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ബാക്കി വീഡിയോ. ഇപ്പൊ നമുക്ക് അമ്മ എന്നെ എടുക്കണം എന്നൊന്ന് കാണിച്ചു തരാം. ഇപ്പം കൂട്ടുകാരെ, നമ്മുടെ അമ്മ രാവിലെ തന്നെ ചായ തിളപ്പിക്കണം. രാവിലെ കാപ്പി തിളപ്പിച്ച് ചായ തിളപ്പിക്കുന്നുണ്ട്. പിന്നെ കാപ്പി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അമ്മേ, രാവിലെ നല്ല സുന്ദരിയാണല്ലോ. രാവിലെ കാപ്പി തിളപ്പിച്ച് ചായ തിളപ്പിച്ച് അങ്ങനെ രാവിലത്തെ തുടക്കം അങ്ങനെയാണ്. ഞാൻ രാവിലെ എണീറ്റ് വരുമ്പോൾ അമ്മ രാവിലെ ഇങ്ങനെ ചായയൊക്കെ തിളപ്പിക്കണം. അതെ, കുളിച്ച് വിളക്ക് കത്തിച്ച്. അതെ, അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ രാവിലത്തെ തുടക്കം. സാമ്പാറിനും അവിയലിനൊക്കെയുള്ള പച്ചക്കറിയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ആഹാ, ഇത് രാവിലെ തന്നെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി. അതെ, രാവിലെ എണീറ്റ് പത്രം വായന തുടങ്ങി. അതും നല്ല ചൂട് ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. അങ്ങനെ ശരണ്യ കുളിച്ചേച്ചും തണുത്ത് വിറച്ച് തന്നെ വരവുണ്ട്. എന്നാ ഒന്ന് സുന്ദരിയായിട്ടൊക്കെ വാ. സുന്ദരിയാകാനൊന്നുമില്ല, ഒന്ന് മുടിയും ചെയ്യ്, ചങ്ങനം തൊട്ടാ മതി. മതി, എന്നാ വാ. ശരണ്യ രാവിലെ അങ്ങനെ കുളിക്കാറില്ല. ഞാൻ എന്റെ കൂട്ടുകാരെ രാവിലെ ഒന്നും കുളിക്കാറൊന്നുമില്ല. ഞാൻ വൈകുന്നേരം ഉച്ചയാകുമ്പോഴല്ല കുളിക്കുന്നത്. പിന്നെ എന്താണെന്ന് അറിയാമോ, പളനിക്ക് പോകാനുണ്ട്. അപ്പം രാവിലെ കുളിച്ചിട്ട് വേണം നമുക്ക് ചായ എല്ലാം കുടിക്കണ്ടായി. മീനൊന്നും കൂട്ടാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തണുപ്പാണെങ്കിലും അതുകൊണ്ട് തണുപ്പാണെങ്കിലും കുളിച്ചത്. അമ്മ രാവിലെ കുളിച്ചൊക്കെ സെറ്റായി. കുളിച്ചു. നിങ്ങൾ രണ്ടുപേരും കുളിക്കുന്നില്ലേ? ഞാൻ കുളിക്കും. എപ്പ? ഇച്ചി കഴിഞ്ഞേ കുളിക്കുള്ളൂ. സെയില് പോകാൻ ഞാൻ സ്ഥിരം സെയില് പോകാനായിട്ട് രാവിലെ ഒരു 8:30-9 മണിക്ക് പോകുമ്പോഴല്ലേ കുളിക്കണം. എനിക്ക് പക്ഷെ കുളിച്ചാ ഒരു കാര്യമുണ്ട് കൂട്ടുകാരെ, തുമ്മലുണ്ടാവും രാവിലെ. പനിയെ ഞാൻ രാവിലെ കുളിക്കാറില്ലാത്ത കൂട്ടുകാരെ, ശരണ്യ ഈ അലമാരിയിലാണ് സാധനങ്ങളൊക്കെ വെച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ അന്നേരം ശരണ്യയുടെ തുണിയൊക്കെ അലക്കുലുത്തായിട്ടൊക്കെ കുറെ കിടക്കണം എന്ന് പറഞ്ഞ് ഇതേ ഒരെണ്ണം ബുക്ക് ചെയ്ത് മേടിച്ചതാണ്. ഒന്ന് കാണിച്ചു കൊടുത്തേ കൂട്ടുകാരെ. ഞാൻ ചെറുതായിട്ട് അടുക്കി പൊറക്കിട്ടുള്ളൂ. ഞാൻ പിന്നെ അടുക്കി പൊറക്കിയ ഞാൻ തന്നെ നിർത്തും. ശരണ്യയുടെ ഹൈറ്റിന് പറ്റിയ ഒരു സത്യത്തിൽ അമ്മയ്ക്ക് മേടിച്ചേ കേട്ടാ. പക്ഷെ അമ്മക്ക് വേണ്ട, എനിക്ക് വേണ്ട. 5 തട്ടുണ്ട് ഇതിന് ഒന്ന് അല്ലേ? അപ്പൊ ഇങ്ങനെ അലക്കുലുത്തായിട്ട് തുണിയൊന്നും കിടക്കിയല്ല അല്ലേ? ഞങ്ങളുടെ ബക്കറ്റ് അതിനൂടെ വെച്ചോണ്ടിരുന്നത്. അപ്പൊ ബക്കറ്റ് മാറ്റിയിട്ട് ഞാൻ ഇതാക്കി. ആഹാ, സുന്ദരി കുട്ടിയായല്ല, അടിപൊളി. അതെ, അമ്മ അതെ ചായയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അമ്മ കണ്ട, അമ്മ അതെ എനിക്കുള്ള തേയില കാപ്പിയും പിന്നെ അതെ 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 കാണാം. അപ്പൊ എനിക്ക് ഒരു ഗ്ലാസ് കാപ്പിയും തന്നിട്ടുണ്ട് അമ്മ. അപ്പൊ നമുക്കിത് അരിയണ്ടേ ശരണ്യ? സാമ്പാർ കഷ്ണം അരിയണ്ടേ? ആണോ?
ആ അയ്യോ കൂട്ടുകാരെ ചോദിക്കാൻ മറന്നുപോയി. നിങ്ങളെല്ലാം ചായ കുടിച്ചത്? ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുക കേട്ടോ. ഞാനും ചായ കുടിച്ചോണ്ടിരിക്കും. ചായ അല്ല കേട്ടാ, കാപ്പി. അതെ ചായ. നമുക്കൊക്കെ ഇതൊക്കെ തന്നെ ധാരാളം. കാരണം അറിയാല്ല, ചായ കിട്ടിയപ്പോ ചോദിക്കാൻ മറന്നുപോയാ. കൂട്ടുകാരെ കുടിച്ചാന്ന് ചോദിക്കാൻ മറന്നു. മറന്നുപോയാ, അത് കൊള്ളാലോ. അപ്പൊ ഇനി വേണം രാവിലെ അങ്ങോട്ട് അടുക്കളയിൽ കയറി ഒരു അംഗമാണല്ലേ ശരണ്യ. ഞാനല്ലേ അങ്ങനെ അതേ കണ്ട കൂട്ടുകാരെ എല്ലാരും കൂടി ഇരുന്ന് പച്ചക്കറി അരിയണം. ആഹാ എന്താ ഒരു ഭംഗി. ഒത്തൊരുമയോടുകൂടി ഇരുന്ന് രാവിലത്തെ അമ്മ സാമ്പാറും ദോശയും അല്ലേ? ദോശ സാമ്പാറും. ആ കണ്ട. അവിയലുണ്ട്. അതെ. അപ്പൊ നിങ്ങളോർക്ക് എന്താണ് ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്ന? പക്ഷെ അതിന്റെ അല്ല, എല്ലാരും കൂടി വർത്താനം പറഞ്ഞ് ഡൈനിങ് ടേബിളിൽ ഇരുന്ന്. അതെ 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 അതെ, അത് ശരിയാ. അച്ഛൻ എന്നാണ് അച്ചാരിയണത്? മറ്റേ ഇത് മനസ്സിലായി. ഇളവൻ ഇളവൻ ഇളവൻ. ആ അമ്മ സവോള അരിയാണ്. ശരണ്യ എന്നാണ് ശരണ്യ അരിയണത്? ക്യാരറ്റ്. ഇന്ന് ശരണ്യയുടെ എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. എന്നാണെന്നൊന്ന് കൂട്ടുകാരോട് പറഞ്ഞ്. ക്യാരറ്റ് കൊണ്ട് ക്യാരറ്റ് അച്ചാറ്. അപ്പൊ ഇന്ന് മെയിൻ ആയിട്ട് വീഡിയോയിലെ മെയിൻ ക്യാരറ്റ് അച്ചാറാ. ക്യാരറ്റ് അച്ചാറ്. പിന്നെ അത് കൂടാതെ സാമ്പാറുണ്ട്, അവിയലുണ്ട്, തോരനുണ്ട്, ബീട്രൂട്ട് തോരൻ. ഓ അതെന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം. അപ്പൊ നമുക്ക് ഇതെല്ലാം അരിഞ്ഞിട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം കൂട്ടുകാരെ. ശരണ്യ എല്ലാം അരിഞ്ഞെന്ന് തോന്നണ്. അവിയലിൻ്റെത് ശരണ്യ ഏറ്റെടുത്ത്, സാമ്പാറിൻ്റെത് അച്ഛനും അമ്മയും കൂടി ഏറ്റെടുത്ത്. അപ്പം അതെ അതുമൊക്കെ അരിഞ്ഞ് ഏകദേശം ചെറിയ പീസായിട്ട് അച്ഛനും അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതെ ശരണ്യ കേട്ടാ അവിയലിനുള്ളത് ശരണ്യം അടിപൊളിയാക്കിയിട്ടുണ്ട് അല്ലേ? അടിപൊളിയാക്കി അരിഞ്ഞു വെച്ചിട്ട്. അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം അടുക്കളയിൽ കയറി ചെയ്യുന്നത് കൂടി കാണിച്ചു തരാം. ഇതുകൊണ്ട് നമുക്ക് സാമ്പാർ വെക്കാം. പക്ഷെ മുരിങ്ങക്ക മാത്രമേ ഇല്ല. അത് കടയിലില്ല മുരിങ്ങക്ക. ഇതേ കണ്ട. അപ്പൊ അച്ഛൻ നല്ല ഭംഗിക്ക് സാമ്പാർ കഷ്ണമൊക്കെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ സാമ്പാർ വെച്ചേക്കാം. ഇതെന്താ ചിരിക്കണം? ആണോ? അല്ല ഈ പച്ചക്ക അതേപടിയാണോ മറ്റേതൊക്കെ ഇടണം? ഇത് ഞാൻ ചോദിക്കണോന്നോർത്ത്. ആ പച്ചക്കായും വഴുതന എന്താണ് അതേപടി ഇട്ടിരിക്കണത്? അതെന്താറിയാവോ? ഇത് പച്ചക്കായ്ക്ക് ഇതിന് കറയുണ്ട്. അപ്പൊ അത് വെള്ളത്തിൽ അരിഞ്ഞിടണം. ആണോ? അതിന് കൊണ്ടുപോയി. അപ്പൊ ഇനി ശരണ്യ അവിയലും വെക്കാൻ പോയിണം. ഞാൻ അവിയലും വെക്കാൻ പോ, അമ്മ സാമ്പാർ. ആ എന്നാ നടക്കട്ടെ. അപ്പൊ രണ്ടുപേരും അടുക്കളയിലാട്ട് കയറിയിട്ടുണ്ട്. ശരണ്യം ആ ഞാനിപ്പൊ ചോദിച്ചതേ ഉള്ളച്ച. അപ്പൊ അതെന്തോ വെള്ളത്തിൽ അരിഞ്ഞിടണം, അല്ലെങ്കിൽ കറ ഉണ്ടാവുമല്ലോ. അച്ഛനും അമ്മയും കൂടി സാമ്പാർ വെച്ചോണ്ടിരിക്കുകയാണ്. ശരണ്യ ബീട്രൂട്ട് അരിയാൻ തുടങ്ങിയ കണ്ടാ കൂട്ടുകാരെ അടിപൊളിയായിട്ട് ബീട്രൂട്ട് അരിഞ്ഞിരിക്കുക തോരന്. അതെങ്ങനെയാ ചെയ്യണതൊന്ന് കാണിച്ചു കൊടുത്തേ. ആ ഇങ്ങനെ ചെയ്യരുത്, മറ്റേ ബീട്രൂട്ട് കാണിച്ചേ. ആ ഇത് മറ്റേ ആ സാധനത്തെ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ കൈമുറിയും. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് പേടിയാ. ആ വെക്ക്. ആ എനിക്ക് പേടിയാ. മേലായിട്ട് വെക്ക്. കണ്ട കണ്ട ഒന്ന് കാണിച്ചു കൊടു കൂട്ടുകാരത്തിൽ. ആ അപ്പൊ അങ്ങോട്ട് അങ്ങനെ അരിക്കട്ടാ. അങ്ങനെ മൊത്തം അരിഞ്ഞിട്ട് കാണിക്കാം. അതന്നെ ഒന്ന് അരിഞ്ഞൊക്കെ കാണിച്ച്. അരിഞ്ഞു തീർന്നല്ലോ കണ്ട. അപ്പൊ ഇങ്ങനെ വന്നല്ലേ. ഇത് വിശക് തോരനായിരിക്കുമല്ലോ. കണ്ട കണ്ട കൂട്ടുകാര് ഇത് നീളത്തിരിക്കണല്ലോ. ആ അതുപോലെ തന്നെ ഉണ്ടല്ലേ. ഇനി നമുക്കിത് തോരൻ വെക്കണം. അപ്പൊ രാവിലെ തന്നെ പരിപാടിയൊക്കെ തീരുമല്ലോ. സത്യം ഞാൻ മീൻ മേടിക്കണ്ടാത്ത കാരണം ഇങ്ങനെ രാവിലെ തന്നെ. അപ്പൊ അമ്മയുടെ സാമ്പാർ അവിടെ കിടന്ന് കുക്കറടിച്ചോണ്ടിരിക്കുന്നത്. അതെ ഉപ്പും എല്ലാം ഉള്ളു. അതെ
അച്ഛനാണെങ്കിൽ ഇത് രാവിലെ തന്നെ പഴം ചിപ്സ് പാക്ക് ചെയ്യാൻ പോകുകയാണ്. അതന്നെ എന്തോ ബീട്രൂട്ട് കഴിഞ്ഞപ്പോ അടുത്ത ക്യാരറ്റ് എടുത്താരിയ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ക്യാരറ്റ് അച്ചാറായിരുന്നിരുന്നെന്ന്. അപ്പൊ അതിനുള്ള ക്യാരറ്റ് ഞാൻ അരിഞ്ഞോണ്ടിരിക്കുക. അതെ, നമ്മുടെ കുക്കർ ഒന്നും പറയിപ്പിക്കുന്നില്ലല്ലേ നമ്മളെ കൊണ്ട്. പക്ഷെ ഈ ക്യാരറ്റ് അരിയണത് മറ്റേതുമ്മ അരിയാൻ പറ്റിയല്ലേ. ഇങ്ങനെ പൊളന്നിട്ട് ഇങ്ങനെ ചെറിയ പീസാക്കണം അല്ലേ. കൂട്ടിയാൽ നമ്മുടെ അച്ചാറിനുള്ള ക്യാരറ്റ് അരിഞ്ഞു കഴിഞ്ഞു. ശരണ്യ എന്തോ അമ്മതേ നമ്മുടെ പടിഞ്ഞാപ്പുറത്ത് ആശ ചേച്ചി വന്നിട്ട് ആശ ചേച്ചിയോട് വർത്താനം പറയും. സാമ്പാർ ഇവിടം വരെ ഇതെന്നാണ് ശരണ്യ ചെയ്യുന്നത്? ആഹാ, നമ്മുടെ സാമ്പാർ കഷ്ണമൊക്കെ വെന്തല്ലേ. ആഹാ, അപ്പൊ ഇതിലാണ് സാമ്പാർ വെക്കണത് അല്ലേ. ആ, അപ്പൊ ഇനി സാമ്പാർ വെച്ചിട്ട് കാണിക്കാം അല്ലേ. സാമ്പാർ വെച്ചിട്ട് എപ്പോഴും നമ്മൾ സാമ്പാർ വെച്ച് കൂട്ടരെ കാണിക്കുന്നല്ലേ. അതെ അതെ അതെ, സാമ്പാർ വെച്ച് കഴിഞ്ഞ് കാണിക്കാം. ആ, ശരണ്യ എന്താ എവിടെ വരെ നമ്മുടെ സാമ്പാർ? കുട്ടികളെ നമ്മൾ സാമ്പാർ ഞാൻ വെച്ചിട്ടുണ്ട്. ആ, നമ്മുടെ ഹെലികോപ്റ്റർ വട്ടയിട്ട് രാവിലെ തൊട്ട് പറന്നോണ്ടിരിക്കുകയാണ്. എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ, 2 എണ്ണം അടുപ്പിച്ചായത് കാരണം. നേരം വിളിക്കുന്നത് തന്നെ നല്ലൊരു കാഴ്ച. ആ, നമ്മുടെ സാമ്പാർ അടിപൊളി സാമ്പാർ വെച്ചിട്ടുണ്ട്. സൂപ്പർ സാമ്പാറാണ്. ഇത് കാണുമ്പോ തന്നെ അറിയാം. പിന്നെ ഇനി അടുത്ത എന്നാ പരിപാടി? എന്റെ പൊന്നു ശരണ്യ, ദോശ തിന്നിട്ട് മതി അവിയലിലോട്ട് പോകാം. എനിക്ക് വിശക്കണുണ്ട്. ആ, കാണിച്ചായിരുന്നു. ആ, കാണിച്ചായിരുന്നു. അതാ പറഞ്ഞത് പിന്നെയും മണ്ണുണ്ട്. വട്ടയിട്ട് പറന്നോണ്ടിരിക്കുകയാണ്. ശരണ്യ ദോശ ചുടാൻ തുടങ്ങിയ ആദ്യം തന്നെ എനിക്കുള്ള ദോശയാണല്ലോ ചുട്ടിരിക്കുന്നത്. വലിയ ദോശ കണ്ടപ്പോ എനിക്ക് തോന്നി എനിക്ക് കനം കുറച്ച ദോശ മതി. അപ്പൊ അത് ചുട്ടോണ്ടിരിക്കണത്. അപ്പൊ ഇത് എടുക്കാറായില്ലേ? ആ സമയത്ത് സമയം ഒട്ടും കളയാത്ത രീതിക്ക് ചെയ്തോണ്ടിരിക്കുകയാണല്ലേ. ആ, ശരണ്യ ആള് പുലിയ കണ്ടാ. ദോശയൊക്കെ ചുട്ട് വെച്ചോണ്ടിരിക്കുകയാണ്. ആഹാ, അടിപൊളി. എനിക്ക് നൈസ് ദോശ, അച്ഛന് കട്ടിയുള്ള ദോശ. സാധാ കടയിലെ ദോശയാണ് അച്ഛൻ കഴിക്കുന്നത് അല്ലേ, കടയിലെ പോലത്തെ. ഒരെണ്ണം കൂടി കനം ഉള്ളതാണ്. ഇനി കനമുള്ളതാണ് ഒരെണ്ണം. സ്പീഡൊക്കെ കണ്ട ശരണ്യയുടെ അല്ലേ. മതി, ഇനി കല്ലിനേലും വലുതാവും. ആ, നെയ്യ് വേണ്ട എനിക്ക്. ശരണ്യൊക്കെ നെയ്യ് തേച്ചൊക്കെ എടുത്തു. എന്താ ദോശ ഇട്ടേച്ചു. ആ ഒരു ഇച്ചിരി സമയം കിട്ടുമ്പോ വെളുത്തുള്ളി പൊളിച്ചോണ്ടിരിക്കുകയാണ് ശരണ്യ. അമ്മ എന്നാ ചെയ്ത്? അച്ഛൻ പഴം ചിപ്സ് പാക്ക് ചെയ്യണ കണ്ടിട്ട് അമ്മയും നേരെ പാക്കിങ്ങിലോട്ട് പോയി. അതെ, വെളുത്തുള്ളി പൊളിച്ച് തീർത്തേക്കാം. അപ്പൊ നമുക്ക് ഈ കാപ്പുടി കഴിഞ്ഞ ഉടനെ നേരം. എന്നാ നമുക്കിനി കാപ്പി കുടിക്കുന്ന വീഡിയോയിലേക്ക് പോയേക്കാം അല്ലേ. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങള് രാവിലത്തെ കാപ്പി കുടിക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കാപ്പി കുടിച്ചെന്ന് വിശ്വസിക്കുന്നു. ദോശ സാമ്പാർ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വീഡിയോയിലേക്ക് പോകാം. ശരണ്യ റോസാപ്പൂ പറിക്കുകയാണ്. റോസാപ്പൂ അല്ല, നമ്മുടെ അച്ഛന് കാന്താരി എന്തേ കാണിച്ച്? ആ, അത് ഇത് കാന്താരി ഉണ്ടായിരുന്നു. ഞാനേ ഉണങ്ങിപ്പോയതായിരുന്നു. അപ്പൊ ഞാൻ വെള്ളം ഒഴിച്ച് കാണിച്ചത് കാന്താരി. വെള്ളം ഒഴിച്ച്. ആ, ഇത് കാന്താരിയാണ്. വെള്ളക്കാന്താരി. പച്ചക്കാന്താരി അല്ല, വെള്ള. ആ, വെള്ളക്കാന്താരി പറിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ ആ ഉണങ്ങി നിൽക്കുന്ന അതുമേലും ഉണ്ട് ഇഷ്ടം പോലെ. ദേ ഇവിടെ ബാ. ഏണ്ട് ശരണി, ഇതുമേ എല്ലാം ഇതിൻ്റെയൊക്കെ തീരാറായെന്ന് തോന്നുന്നു. ആ, പ്രായമായി, വലിയ കൊമ്പായി. പക്ഷെ ഇതുമേലൊക്കെ ഇത് പഴുത്തൊക്കെ കിടപ്പുണ്ട് കേട്ടാ. രണ്ടുപേരും തിരക്കിലാണല്ലോ.
കടുക് വറുക്കാൻ പോയാണോ? കടുക് വറുക്കാൻ പോവാ. അപ്പൊ എണ്ണയൊക്കെ ഒഴിച്ചല്ലേ? കടുക് ഇട്ടെ. ഇട്. അപ്പൊ അങ്ങനെ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടട്ടെ. അങ്ങനെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് കുറച്ച് ഉലുവ ഇടണം. ഉലുവ ഇട്ട അതിലാട്ട് ഇടണമെന്നൊക്കെ പറയണ കേട്ട്. അപ്പൊ ഇനി ഉണക്കമുളക് ഇടണം. കൂടുതൽ വേണമെന്ന്. പിന്നെ നമ്മുടെ കാന്താരി അല്ലേ? എന്താന്ന് വെച്ചാൽ അതെന്നാണ് കാണിച്ചേ? ഇഞ്ചി, കരിയാപ്പ്, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ നമ്മളെ കാന്താരി കൂടി വെച്ചതില്ല. അപ്പൊ ഇതെല്ലാം കൂടെ ഞാൻ ഒന്നിച്ചിടാൻ പോവാം. ഇട്ടേച്ച് ഓടിക്കൊള്ളണം. ശരിയാണ് കേട്ടാ. പൊട്ടാൻ തുടങ്ങി. നല്ല പൊട്ടലാണ് പൊട്ടണം. ശരണ്യ ഈ പരിസരത്തൊന്നും ഇല്ല കൂട്ടുകാരെ. ശരണ്യ അത് ഇട്ടേച്ച് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ കുക്കറിൽ എന്നാണ് ഇരിക്കുന്നത്? അവിയൽ കഷ്ണം വെച്ചാ കുക്കറ്? അയ്യോ അതൊന്നും ഞാൻ കണ്ടില്ല. നമ്മുടെ കൂട്ടുകാരെ കാണിക്കണ്ട ഞാൻ. അവിയൽ കഷ്ണം കുക്കറ് വെന്തണ്ടിരിക്കുകയാണ്. മുളക് പൊടി ഇട്ട അച്ചാറല്ല. അപ്പൊ അമ്മ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ് ആ നേരത്ത്. അങ്ങനെ എല്ലാം ഇട്ടിട്ടുണ്ട്. കായൊക്കെ ഇടണല്ലേ? ഒരു രക്ഷയില്ല കുക്കർ. അങ്ങനെ കായപ്പൊടിയൊക്കെ തൂളിക്കൊണ്ടിരിക്കുകയാണ് ശരണ്യ. പിന്നെ നമ്മുടെ ഉപ്പില്ലാത്ത പരിപാടി ഇല്ലല്ലേ? ആ ദോശമാവ് മതിയെങ്കിൽ അത് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാ പോരാഞ്ഞു. മയത്തിനിളക്ക് ഒരെണ്ണം തെറിച്ച് താഴത്തോട്ട് പോകും. ഇതിനി വേഗണം അല്ലേ? ആ നേരത്ത് നമുക്ക് എന്ത് ചെയ്യാം? തോരൻ വെക്കാം. എന്നാ ബാ. ശരി. അങ്ങനെ ശരണ്യ അടുത്ത ചട്ടിയൊക്കെ വെച്ച്. ഇതെന്താണ് ഇങ്ങനെയൊക്കെ കത്തിക്കണത്? എപ്പാ ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ കത്തിക്കരുത്, ഇത് അപകടമാണ് കേട്ടാ. ലൈറ്റർ ഇന്ന് മേടിച്ചു തരാം. ഇതെന്താ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇത് കണ്ട ലൈറ്ററിന്റെ ബഹളാണ്. എന്നിട്ടാണ് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇനി ഒന്ന് ചൂടായി വരട്ടെ അല്ലേ? ചന്നി എണ്ണയൊക്കെ ചൂടായല്ല. വീണ്ടും കടുക്. അതിന്റെ ബാലൻസ് ഇരിക്കണതെടുത്ത് അതിലാട്ട് വെച്ച് വീണ്ടും ഓടിക്കളഞ്ഞ് ശരണ്യ. ഇല്ലേ? പിന്നെ ഇനി എന്നെ എടുക്കാൻ പോയി? ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇതൊരു ഇത്ര ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യണതല്ലേ നമ്മള്? ആണോ? അതിങ്ങനെ ചെയ്തതായിരുന്നല്ലേ? അന്ന് ഞാനില്ല. ഞാനാണ്. അപ്പൊ അങ്ങനെ വേണ്ട. ബീട്രൂട്ടൊക്കെ എടുത്ത് ഇടുന്നുണ്ട്. തോരൻ ചീരത്തോരൻ പോലെ ഇരിക്കുമായിരിക്കും അല്ലേ? അപ്പൊ കൂട്ടുകാർ എല്ലാരും പറയാൻ ഇത് അരിയണ സാധനം എവിടെ നിന്നാണ് ബുക്ക് ചെയ്ത് കിട്ടുമെന്നൊക്കെ. അതൊക്കെ ഓൺലൈനായിട്ട് നമ്മൾ അരിയണേൻ്റെ ടൈപ്പ് ചെയ്ത് കൊടുത്തെന്നാൽ കിട്ടും. അതെ. ഇങ്ങനെ വെച്ചത്. ഇനി എന്നാണ് ശരി ഉപ്പിടാൻ പോണം. അങ്ങനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലേ? ഇനി മൂടി വെക്കണം അല്ലേ? മൂടി വെച്ച് വേകണം. അതെന്താണ് വെന്താ? രാവിലെ തൊട്ട് വട്ടയിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ ഹെലികോപ്റ്റർ. ഇപ്പോഴും വന്നിട്ടുണ്ട്.
അപ്പൊ ഇത് വെന്താന്ന് അമ്മ അവിടെ തേങ്ങ മുറി ചോദിച്ചു, അങ്ങോട്ട് കൊടുക്കട്ടെ ഞാൻ എടുത്ത്. എന്നാ അമ്മ? ആണല്ലേ, ആദ്യമായിട്ടാണ് ക്യാരറ്റ് അച്ചാർ. കണ്ടിട്ടുണ്ട് കടകളിലൊക്കെ, നമ്മൾ ആദ്യമായിട്ടാണ് എന്നാ നോക്കിച്ചിട്ട് വാ. എന്തായി ശരണ്യ? അച്ചാർ വെന്തിട്ടുണ്ട്. അപ്പൊ നിർത്തിയിട്ട് ഇനി മിന്നാരി ഒഴിച്ചാ മതി. അപ്പൊ നമ്മുടെ തോരനും വെന്തിരിക്കുക. തോരനും വെന്താ? ഈ അമ്മ പിന്നെ തേങ്ങാ ചേരുണ്ടോ? മഞ്ഞപ്പൊടി ഇതിലൊക്കെ ഇളക്കിടാവേ. ഇനി ഇതൊന്ന് ഇളക്കി എടുക്കണം അല്ലേ? പിന്നെ അടിപൊളി തോരനാണല്ലേ, നല്ല രസമുണ്ട് അത് കാണാൻ തന്നെ അല്ലേ? ആ, നല്ല ഭംഗിയുള്ള തോരൻ. ഇന്നെല്ലാം ഞങ്ങൾക്ക് വെജിറ്റബിൾ കറികളാണ് അല്ലേ? ഇന്നലെ മീനൊന്നും ഇല്ല, ഇന്നലെ വീഡിയോ ഒന്നും ചെയ്തില്ലായിരുന്നു അല്ലേ? അപ്പൊ കണ്ട ഇന്നെല്ലാം കളർഫുള്ളാണ്. ഇത് പിന്നെ ഇത് സൂപ്പർ. നോക്കാം. അത് അമ്മേനെ കൊണ്ട് എടുപ്പിച്ചാ പോരെ, പൊങ്ങുവാ. അതെ, അമ്മ എടുത്തു തരും. അതെ. ഓ, അമ്മ എടുത്തണ്ടൊക്കെ വന്നുണ്ട്. തുറക്കാം. ശകലം പോലും വെള്ളം ഒഴിക്കാത്ത അവിയലും. അതൊന്നും പറഞ്ഞില്ല, കൂട്ടുകാരോട് പറഞ്ഞില്ല. എന്ത് അവിയല് വെക്കാൻ നേരത്ത് പറയണ്ടേ അതെങ്ങനെയാണ് വെച്ചെന്നൊക്കെ പറയണ്ടേ? മഞ്ഞപ്പൊടി ഇട്ടില്ല. എങ്ങനെയാണ് ഈ കഷ്ണം നിങ്ങൾ വേവിച്ചെന്ന് കൂട്ടുകാരോട് പറഞ്ഞു. അടിയിലില്ലേ കുറച്ച് സവോള അരിഞ്ഞിട്ടിട്ടുണ്ട്, പിന്നെ പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്, പിന്നെ കഷ്ണങ്ങളെല്ലാം ഇട്ട് അത് വെള്ളം ഒഴിച്ചാണോ വേവിച്ചത്? അതാണ് പറയേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ച് മൂടി വെച്ച് വേവിച്ചു. അപ്പൊ ഇനി ഇത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? തേങ്ങയും ചിരണ്ടിയിട്ട് എന്നാ നമുക്ക് ചെയ്തേക്കാം. ശരണ്യ, നമ്മുടെ തോരനൊക്കെ ആയല്ലോ, ഇനി ഇത് കെടുത്താമല്ലേ? ഒന്ന് തീ കെടുത്തി തരമ്മ. അതിന്റെ ഇടക്ക് ശരണ്യ പുളിവെള്ളം ഒഴിച്ചോണ്ടിരിക്കുന്നു. അമ്മ അതൊന്നുകൂടി ഇളക്കി കൊടുക്കുന്നു അല്ലേ? തോരനും റെഡിയായി, അവിയലും എന്നിട്ട് നമുക്ക് മുഹമ്മക്ക് പോകണ്ടേ? നമുക്ക് പളനിയിലും അവിടെയൊക്കെ പോകാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പം അതിന് പോയി. അതാണ് ഇന്ന് ഇത്ര ധൃതിയിൽ പാചകം ചെയ്യുന്നത്. ശരി കുട്ടികളെ, ഞാൻ അവിയലിനുള്ള അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇടാം ഇന്നത്തെ. പിന്നെ ഇന്നത്തെ ഞാൻ ചേർത്തത് വെളുത്തുള്ളിയും ജീരകം, മഞ്ഞപ്പൊടി, ഇച്ചിരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അതാകുമ്പോ ചുമപ്പ്, ചെറിയൊരു ചുമപ്പായിട്ട് ഇരിക്കും. അപ്പൊ നല്ലതായിരിക്കും. അപ്പൊ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഞാൻ തന്നെ ഇളക്കിയാണ്, പക്ഷെ ഞാൻ ഇളക്കിയ താഴെ പോകും. അതുകൊണ്ട് ശരണ്യ തന്നെ. ഞാൻ തന്നെ ഞങ്ങൾക്ക് അവിയൽ ഉച്ചക്ക് കൂട്ടേണ്ടി ആയതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇളക്കിക്കൊള്ളാം. കളഞ്ഞാൽ പിന്നെ കൂട്ടാൻ പറ്റത്തില്ലല്ലോ. പിന്നെ കൂടുതലായിട്ട് അവിയൽ അരക്കല്ലേ, അരപ്പ് ചെറുതായിട്ട് അരച്ചേക്കാളൂ. അപ്പൊ അതെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് ശരണ്യ. നമുക്ക് പിന്നെ കുറച്ച് കഷ്ണങ്ങളുണ്ട്, അതുകൊണ്ട് കുറച്ച് മതിയല്ലോ. കാരണം അവിയലുണ്ട്, സാമ്പാറുണ്ട്, തോരനുണ്ട്, അച്ചാറുണ്ട്, പിന്നെ എന്നാ വേണമല്ലേ? ഒരു സദ്യക്ക് തന്നെയുള്ള ഐറ്റം ഉണ്ടെന്ന് പറയാം. അപ്പൊ ഇനി എന്നാണ് ചെയ്യേണ്ടത്? ഇതിന് ഇനി എന്താ ചെയ്യണം? നമ്മുടെ വെളിച്ചെണ്ണ
ഒന്ന് ഒഴിച്ച് നമുക്ക് വെളിച്ചെണ്ണയാണ് അവിയലിന് വേണ്ടിപ്പെട്ട സാധനം. അത് ശരിക്കും എണ്ണ ഇല്ലെങ്കിൽ അവിയൽ കൊള്ളത്തില്ല. കറിവേപ്പിലയും വെളിച്ചെണ്ണയും മെയിനാണ് ഇതിൽ അല്ലേ? എടുക്കട്ടെ. ആ കണ്ട ഇപ്പൊ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ് നമ്മുടെ അവിയൽ. ഇതന്നെയാണ് വേപ്പിലൊക്കെ അതേപടി കീറിയിട്ടേക്കാണ്. അതേ അമ്മേ ഇത് കണ്ട വെളിച്ചെണ്ണ ഒഴിച്ച് കരിവേപ്പില ഇടുമ്പോഴാണ് അവിയല് നല്ല സ്മെല്ലൊക്കെ. നല്ല അവിയലിന്റെ പച്ച കറിവേപ്പിലയുടെ ഒക്കെ നല്ല സ്മെല്ല്. പാത്രത്തിലാക്കി കാണിച്ചു തരാം. ആ ഇത് അവിയൽ. ചൂടാക്കാൻ വെക്കാം. ആ ശരി ശരി ശരി. അങ്ങനെ അമ്മയും മകളും കൂടി ചിരിച്ച് കളിച്ചുണ്ടാക്ക എന്താണെന്നറിയില്ല. ചിരിച്ച് കളിച്ചുണ്ടാക്ക അവിയൽ മാറ്റുന്നുണ്ട്. എന്നോടും കൂടി പറ, എന്നിട്ട് വേണം ഞാനും കൂടി ചിരിക്കാൻ. ആ ഇതിലേ മുരിങ്ങക്ക മാത്രമേ ഇല്ല, അത് കടയിലില്ല. നമ്മുടെ കൂട്ടുകാരെ ഈ അവിയൽ കാണുമ്പോ തന്നെ ഇച്ചിരി എടുത്ത് കഴിക്കാൻ തോന്നുന്നില്ലേ? പിന്നെ കൂട്ടുകാരെ ഇന്നലെ മേടിച്ച 100 രൂപയുടെ പച്ചക്കറി, അത്ര പച്ചക്കറി നിങ്ങളുടെ നാട്ടിൽ കിട്ടും. 100 രൂപയുടെ പച്ചക്കറി കൊണ്ട് നമ്മൾ അവിയൽ വെച്ച് സാമ്പാർ വെച്ച് നാളത്തേനുണ്ട് പച്ചക്കറി. അതെ അതെ അതെ. അപ്പൊ ഇന്ന് ചൂടാക്കാൻ വെക്കാം. ആ ശരി. എന്നിട്ട് ഇത്രയും പച്ചക്കറി മിച്ചം. ശരണ്യ എന്നാണ് പറഞ്ഞത്? ഇന്നത്തെ മിന്നാരിയും കൂടെ ഒഴിച്ച്. ശരണ്യ എന്നിട്ട് അത്രയും പച്ചക്കറി മിച്ചം വന്നപ്പോ അത് 100 രൂപയ്ക്ക് ലാഭമാണല്ലേ? ഒത്തിരി. നമ്മൾ സാമ്പാർ വെച്ച് അവിയൽ വെച്ച് എന്നിട്ട് ഇനി ഒരു സാമ്പാർ വെക്കാനുള്ളത് കഷ്ണമുണ്ട് മിച്ചം. അപ്പൊ നമുക്ക് മിന്നാരി എടുക്കാം. അമ്മ മിന്നാരി. അപ്പൊ ഈ തോരനൊന്നും മൂടി പോയി. തോരനെല്ലാം വേറെ വേറെ പാത്രത്തിൽ വെക്കണം. തണക്കാൻ വേണ്ടി തോന്നു വെച്ച്. ഞങ്ങൾ ഇവിടെ തന്നെ നിപ്പില്ലേ? ആ അതുകൊണ്ട്. അതെ പിന്നെ ഇരി ഒഴിച്ചോണ്ടിരിക്കുകയാണ് അതിലാട്ട്. അപ്പൊ ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അല്ലേ? നന്നായിട്ട് ഇളക്കി. നമ്മുടെ അച്ഛനെ കണ്ടില്ലല്ലോ, അച്ഛൻ പോയിട്ട് കണ്ടില്ലല്ലോ. ഒരു സ്ഥലം വരെ പോയേക്കുവാ. അതെ. കായ്പൊടി എന്നിട്ട് ഒന്ന് ഇപ്പൊ വരാന്നും പറഞ്ഞാ പോയത്, പക്ഷെ കണ്ടില്ല അച്ഛൻ. നമ്മുടെ അച്ചാർ റെഡിയായല്ലേ? റെഡിയായി. അപ്പൊ കൂട്ടുകാരെ ഞാൻ ഉണ്ടാക്കിയ കറികളെല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നമ്മളെ ക്യാരറ്റ് അച്ചാറ്, പിന്നെ നമ്മുടെ അടിപൊളി അവിയല്, പിന്നെ ചീരത്തോരൻ, ചീര അല്ല ബീട്രൂട്ട് തോരൻ, പിന്നെ നമ്മുടെ സാമ്പാർ കൊട്ടെ. ദേ കണ്ട എന്ത് വേണം. അടിപൊളിയായി. പപ്പടം ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു. നമുക്ക് പിന്നെ വെക്കാം. അതെ അതെ അതെ. സംഭവമൊന്നല്ല. നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞില്ല. നമ്മളെല്ലാ പൊന്നും പാത്രം കൂടെ തേച്ച് കഴിയാൻ മതി. അപ്പൊ കൂട്ടുകാരെ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.